ഹായ് ഫ്രണ്ട്സ്, ഷൈനി ക്രിസ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നോക്കാൻ പോകുന്നത് ഡിവൈൻ ഗൈഡൻസ് ആണ്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ കരിയർ, പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് കരിയർ നമുക്ക് നോക്കാം. Nine of Pentacles, Moon, Seven of Wands, the Empress, King of Wands. ഓക്കേ, ബോട്ടം വന്നിരിക്കുന്നത് 6 of Wands ആണ്. നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ വളരെ ഒരു അബണ്ടൻ്റ് ആയിട്ട്, അതായത് അത് തുടങ്ങി അതിൽ വളരെ സക്സസ്ഫുൾ ആവണം. നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കണം. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത്. ആരെ ആശ്രയിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണമെന്നുള്ളത് നിങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പല ജോലികളും നോക്കിയിട്ടുണ്ടാവാം നിങ്ങളിതിനു മുമ്പ്. പല കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾ അതിൽ സക്സസ് ആവാതെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ. മാത്രമല്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ഐഡിയാസൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ വിചാരിച്ച രീതിയിൽ അത് മുമ്പോട്ട് പോയിട്ടില്ല എന്നാണ് കാണുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ആ ജോലിയുടെ കാര്യത്തിൽ തന്നെ കുറേ ബാക്ക് സ്റ്റാബ് കിട്ടിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ബാക്ക് സ്റ്റാബ് കിട്ടി. അവർ നിങ്ങളെ ഒട്ടും ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ നിങ്ങളുടെ വർക്കിന് വേണ്ടിയോ നിങ്ങളുടെ ഈ കാര്യത്തിന് വേണ്ടിയോ ഒരു സഹായവും ചെയ്യാത്ത വ്യക്തികളിൽ നിന്നും നിങ്ങൾ ഒരുപാട് തിരിച്ചടികൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഒരുപാട് മനം നൊന്നിട്ടുണ്ട്. കാരണം അത് നമ്മൾ അത്രയും വിശ്വസിച്ച് സ്നേഹിച്ച ചില വ്യക്തികളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഗോസിപ്പുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിൽ തന്നെ അതും അല്ലെങ്കിൽ നിങ്ങളുടെ ആ വർക്ക് പ്ലേസിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെയും നിങ്ങളെ കോർണർ ചെയ്ത് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയും കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് അതിൽ ഒരു സക്സസ്സും കാണാൻ കഴിയാതെ നിങ്ങൾ ഒരുപാട് വറി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ദ എംപ്രസ് ആൻഡ് കിങ് ഓഫ് വാണ്ട്സ് ആൻഡ് 6 ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിനി അതിൽ വരാൻ പോകുന്നത് ഒരു വിക്ടറിയാണ്. ബോട്ടം പറയുന്നത് എന്നെ ഒരു സക്സസ്, ഒരാൾ ജയിച്ചിട്ട് കുതിരയിൽ പോകുന്നതാണ്. അതുപോലെ നിങ്ങൾ ഒരു സക്സസ്സിനെ നോക്കി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അത്രയും ആഗ്രഹിച്ച് തുടങ്ങിയ ആ വർക്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു സക്സസ് വരും എന്നാണ് കാണുന്നത്. അത് മുമ്പോട്ട് മൂവ് ആവും. ഇതുവരെ ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെ എത്തണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയോ നിങ്ങളിനി അതിലേക്ക് എത്താൻ പോകുന്നു. ഈ 9 ഓഫ് പെൻറ്റക്കിൾസും എംപ്രസും ഒക്കെ പറയുന്ന അബണ്ടൻറ്റിൻ്റെ കാർഡാണ്. എന്തായാലും അവിടെ ആഗ്രഹിച്ച് നിന്നത് ഇപ്പോൾ സാധിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ഒരു എംപ്രസ് ലെവലിലേക്കാണ് പോകാൻ പോകുന്നത്. മണി, സക്സസ്, സന്തോഷം എല്ലാം നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് ഒരു ഫിസിക്കലി തന്നെ നിങ്ങൾക്കൊരു അട്രാക്ഷൻ ഉണ്ടാകാൻ പോകുന്നു. കാരണം നമ്മളത്രയും ഒരു നല്ല ഒരു പോസിറ്റിവിറ്റിയിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ മൈൻഡിലും ചേഞ്ച് വരാൻ പോകുന്നു. കാരണം കരിയറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ നമ്മൾ സക്സസ് ആവാതെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മൈൻഡിൽ നമ്മൾ തന്നെ കുറേ ചിന്തിച്ച് കുറേ ബ്ലോക്കേജ് ഉണ്ടാക്കി വെച്ചിരിക്കും. അത് തന്നെ നമ്മുടെ സക്സസ്സിന് ഒരു തടസ്സമായി നിൽക്കും. എന്നാൽ അതെല്ലാം ഇനി മാറി നിങ്ങളൊരു അത്രയും ഒരു അട്രാക്റ്റീവ് പേഴ്സൺ, ഒരു വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാനും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും അത് മുഖേന നിങ്ങൾക്ക് സക്സസ്സും മണിയും വരാനും പോകുന്നു എന്നാണ് കാണുന്നത്. എന്തായാലും ഒരു നല്ല മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. മാത്രമല്ല കിങ് ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തിലാണോ ട്രൈ ചെയ്തത്, എന്തിനു വേണ്ടി എത്ര എഫേർട്ട് ഇട്ടിട്ടും ഒരു പ്രയോജനം ഇല്ലെന്ന് നിങ്ങൾ സങ്കടപ്പെട്ടിരുന്നോ? ചിലപ്പോൾ കുറച്ച് പേര് ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നിരിക്കും. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും എനിക്കൊരു ജോലി കിട്ടുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക്
നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയിൽ നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അതിനുള്ള തടസ്സങ്ങൾ, ഇതൊരു തടസ്സത്തിൻ്റെയും കൂടെ കാർഡ് പറയാം. കുറേ തടസ്സങ്ങളുണ്ടാകുന്നു. ആ തടസ്സങ്ങളെല്ലാം നിങ്ങൾക്ക് മാറിപ്പോകും എന്നാണ് കാണുന്നത്. ആ പ്രപഞ്ചശക്തി, ആ ഈശ്വരൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ നയിക്കും എന്നാണ് കാണുന്നത്. നിങ്ങൾ അത്രയും ഒരു മറ്റുള്ളവർ മാനിക്കപ്പെടുന്ന രീതിയിൽ എത്തിച്ചേരും. അതായത് ഇതുവരെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പുച്ഛിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്ത് അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല രീതിയിൽ എത്തിച്ചേരാൻ കഴിയും എന്നാണ് കാണുന്നത്. അല്ലെ നിങ്ങൾ കരിയറിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്ത് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ മാനിക്കപ്പെടും, നിങ്ങൾ ഷോഫിക്കും. ആ വർക്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷോഫിക്കാൻ കഴിയുകയും നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ റിവാർഡ് അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രൊമോഷൻ കിട്ടും. നിങ്ങളുടെ ജോലിയിൽ എന്തായാലും ഒരു സക്സസ് തന്നെയാണ്, സക്സസ്സും മൂവ്മെൻറ്റും വരും എന്നാണ് കാണുന്നത്. ഇപ്പോൾ അത് ജോലിയിൽ നിന്ന് ബിസിനസ്സിലൊക്കെയും നിങ്ങളൊരു സ്റ്റക്കായി നിന്നു, ഒരു മൂവ്മെൻ്റ് ഇല്ല, വിചാരിച്ചതുപോലെ സക്സസ് ഒക്കെ ഇല്ലെങ്കിൽ അവിടെയും നിങ്ങൾക്ക് മണിയും കസ്റ്റമേഴ്സും ഒക്കെ ധാരാളം വരാൻ തുടങ്ങും എന്നാണ് കാണുന്നത്. ഇനി നമുക്ക് റിലേഷൻഷിപ്പ് നോക്കാം. റിലേഷൻഷിപ്പ് എന്താകും നോക്കാം. ഓക്കെ, 5 of Pentacles, Page of Wands, okay, 4 of Cups, 8 of Pentacles, Queen of Wands, okay, ഒരു കാർഡ് കൂടെ എടുക്കട്ടെ. 2 of Wands, ബോട്ടത്തിൽ വന്നിരിക്കുന്നത് 6 of Pentacles ആണ്. നിങ്ങളൊരു നഷ്ടപ്പെട്ടു, എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു, എല്ലാവരും കൂടെ നിങ്ങളെ തനിച്ചാക്കി ഒറ്റപ്പെടുത്തി, നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു, എനിക്കിനി എൻ്റെ ലൈഫ് നഷ്ടപ്പെട്ടു, എൻ്റെ മുമ്പിൽ എനിക്കിനി ഒരു പ്രതീക്ഷയില്ല, നിങ്ങൾ നിന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോയി, നിങ്ങൾ ഒത്തിരി വേദനിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് സങ്കടപ്പെട്ട് നിങ്ങൾ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കരച്ചിൽ കാണാൻ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ആരും ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ഒത്തിരി എഫേർട്ട് ഇട്ട് അവരാണെല്ലാം എന്ന് പറഞ്ഞ് ത്യാഗം ചെയ്ത വ്യക്തികൾ നിങ്ങളുടെ ആ മനസ്സിനെ കാണാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്സ് വേണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു. അത് നിങ്ങളെ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയാണെന്ന് സ്ഥാപിക്കാൻ നോക്കി. ആ വ്യക്തി പോലും, നിങ്ങൾ അത്രയും സ്നേഹിച്ച വ്യക്തി അങ്ങനെ ശ്രമിച്ചിട്ടും നിങ്ങൾ വീണ്ടും അവരിൽ നിന്ന് ന്യൂ ബിഗിനിങ്സ് വേണം, ഇതുവരെ നടന്നതൊക്കെ പോട്ടെ, എനിക്കിനി ആ വ്യക്തിയോടൊപ്പം മുമ്പോട്ട് പോകണം, ഒരു ലൈഫ് വേണം, ആ വ്യക്തിയോട് ഞാൻ നിങ്ങൾ ആ വ്യക്തി അത്രയും സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയോടൊപ്പം എപ്പോഴും ഒരു ന്യൂ ബിഗിനിങ്സ് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടും വീണ്ടും നിങ്ങൾ അവസരങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ നിങ്ങൾ ഒരുപാട് അവസരങ്ങൾ കൊടുത്ത് പക്ഷേ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നിരാശയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. 4 of Cups ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വീണ്ടും വീണ്ടും അവസരം കൊടുക്കും, വീണ്ടും അവർ വന്ന് നിങ്ങളെ ഹർട്ട് ചെയ്യും, വേദനിപ്പിക്കും. നിങ്ങൾക്ക് വീണ്ടും മുമ്പിലെല്ലാം നഷ്ടപ്പെട്ട് ഒരു പ്രതീക്ഷയില്ലാതെ വെറും മടുപ്പും മരവിപ്പും മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങളിപ്പോൾ ഇതിൽ എഫർട്ട് ഇടുന്നു, ഈ ബന്ധത്തിൽ ഒരുപാട് നിങ്ങൾ എഫർട്ട് ഇട്ടിട്ടുണ്ട്, ടൈം, എനർജി എല്ലാം എഫർട്ട് ഇട്ട് അത്രയും നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും നിങ്ങൾ ഈ ബന്ധത്തിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയും അവരോടുള്ള അത്രയും ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹിച്ചിരുന്നു. നിങ്ങളുടെ സ്നേഹം, ഇഷ്ടം അത്രയും വലുതായിരുന്നു. അത്രയും എഫർട്ട് ഇട്ടുകൊണ്ടിരുന്നിട്ടും നിങ്ങൾക്ക് നിരാശ കിട്ടിയപ്പോൾ നിങ്ങൾ എന്തായെന്ന് വെച്ചാൽ ക്യൂൻ ഓഫ് വാൻഡ്സ് എനർജിയാണ് നിങ്ങളോട് പറയുന്നത്. ക്യൂൻ ഓഫ് വാൻഡ്സ് എനർജിയിൽ എത്താനാണ്. കാരണം ആൾറെഡി കുറച്ച് പേരൊക്കെ അതിലെത്തിയിട്ടുണ്ടാവും. നിങ്ങളൊരു ഗീവിങ് നേച്ചറാണ്, എപ്പോഴും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. എത്രയൊക്കെ ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നാലും നിങ്ങളെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അവർക്ക് നിങ്ങൾ ചാൻസ് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർ വന്ന് വീണ്ടും വീണ്ടും നിങ്ങളെ ഹർട്ട് ചെയ്യും. അവർക്കതൊരു ശീലമായിപ്പോയി. എന്ത് ചെയ്താലും വന്ന് വീണ്ടും ഇങ്ങനെയൊക്കെ പറയും. സ്നേഹം കാണിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണെന്ന് അവർക്കൊരു ഇതായിപ്പോയി. അപ്പം എപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരെ നമ്മൾ ഹർട്ട് ചെയ്യാനുള്ള വ്യക്തിയാണെന്ന് അവർക്കൊരു ചിന്ത വന്ന് അതൊരു പാറ്റേൺ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ക്യൂൻ ഓഫ് വാൻഡ്സ് എനർജിയിൽ വരാനാണ്. നിങ്ങൾ ഇമോഷൻസിനെല്ലാം അടിമപ്പെട്ട് നിൽക്കുന്നെങ്കിൽ അതിനെയെല്ലാം നിർത്തിയിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിയൂ. നിങ്ങൾക്ക് നിങ്ങൾ ഇനഫാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ എല്ലാ കഴിവുകളും ഉണ്ട്, നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. സോ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ തെറ്റല്ല, പക്ഷേ അതേ പ്രാധാന്യം നിങ്ങൾക്കും കൊടുക്കൂ. നിങ്ങളെ സ്നേഹിക്കൂ.
നിങ്ങൾ വളരെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ട് നിൽക്കാനാണ് പറയുന്നത്. ഇങ്ങനെ വേദനിക്കപ്പെടാൻ നിൽക്കാൻ നിങ്ങൾ നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യൂ. നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നത് നിർത്താനാണ് പറയുന്നത്. അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ നിങ്ങളെ വീണ്ടും ഹർട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യും. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. കാരണം ഇവിടെ നിങ്ങൾ ഒരു 2 സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്ന എനർജി കാണുന്നുണ്ട്. 2 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. നിങ്ങളൊരു 2 മനസ്സിൽ നിൽക്കുന്ന വ്യക്തിയാണ്. കാരണം എപ്പോഴും നിങ്ങൾക്കുള്ളിൽ അവരോട് എപ്പോഴും സ്നേഹവും ഇഷ്ടവുമാണ്. അവരെന്തൊക്കെ ചെയ്താലും വീണ്ടും വീണ്ടും അവരോടൊപ്പം മുമ്പോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ ശരിയല്ല, ആ വ്യക്തി നിങ്ങളോട് ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ വളരെ ബോൾഡ് ആൻഡ് നിങ്ങളുടെ കാര്യങ്ങൾ സെൽഫ് ലവ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം കാണും. പക്ഷേ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആ വ്യക്തിയിലോട്ട് പോകാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കും. അതിനുവേണ്ടി നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അവർ വന്ന് ഹർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ അതിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങളൊരു ക്യൂൻ ഓഫ് വാണ്ട്സ് എനർജിയിലേക്ക് മാറാനാണ് പറയുന്നത്. ക്യൂൻ ഓഫ് വാണ്ട്സ് എനർജിയിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കിട്ടും. കാരണം ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് തരുന്നത്. ഇതുവരെ നിങ്ങൾക്കൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് തന്നിട്ടില്ല, നിങ്ങൾക്കൊരു പ്രയോറിറ്റി തന്നിട്ടില്ല, നിങ്ങൾ ഒരു ഓപ്ഷനായിട്ട് മാത്രം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവരോടൊപ്പം ഇനിയും ജീവിതകാലം മുഴുവനും അത്രയും നിങ്ങൾക്ക് പ്രയോറിറ്റി തന്ന് ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നത് നിർത്താനാണ് പറയുന്നത്. ആ 2 മനസ്സിൽ നിന്നും നിങ്ങൾ പുറത്ത് വന്ന് നിങ്ങൾക്കുള്ളിൽ എഫർട്ട് ഇടൂ. നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാനും എപ്പോൾ തുടങ്ങുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കിട്ടുമെന്നാണ് കാണുന്നത്. അതിന് നിങ്ങൾക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ അവർക്കിങ്ങനെ എപ്പോഴും എനർജി കൊടുക്കുന്നത് അവിടെ സ്റ്റോപ്പ് ആകുമ്പോഴേ അവർക്ക് അവിടെ ഒരു മിസ്സിങ് ഫീലിംഗ് വരും. അവർ നിങ്ങളിലേക്ക് തിരിയാൻ തുടങ്ങും. അവർ നിങ്ങൾക്ക് പ്രാധാന്യം തരാൻ തുടങ്ങും. തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ നഷ്ടപ്പെടുമെന്ന് അവർ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് പ്രയോറിറ്റി തരികയും ചെയ്യും എന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം ആ വ്യക്തിയുടെ. കാരണം ഇവിടെ ബോട്ടത്തിൽ വീണ്ടും ഒരു ചീറ്റിംഗ് എനർജി, വീണ്ടും 3 ഓഫ് സോട്ട്സ് എല്ലാമാണ് കാണുന്നത്. മൊത്തത്തിൽ ആ വ്യക്തി നിങ്ങളോട് ചീറ്റ് ചെയ്തുകൊണ്ടും നിങ്ങളെ മറച്ചു വെച്ച് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്കിംഗ് തന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രയോറിറ്റിയും ഈ ഒരു ഹാപ്പി ഫാമിലിയും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. ആ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷനും നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. ആ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ. നെക്സ്റ്റ് ആക്ഷൻ ചോദിച്ചപ്പോൾ വീണ്ടും ബോട്ടത്തിൽ വന്ന കാർഡാണ് വന്നിരിക്കുന്നത്. 7 ഓഫ് സോട്ട്സ് ആണ്. ദെൻ നൈറ്റ് ഓഫ് സോട്ട്സ്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ ഒരു കാർഡ് കൂടെ എടുക്കാം. ഓക്കെ, ബോട്ടം വന്നിരിക്കുന്ന വീണ്ടും 4 ഓഫ് പെൻറ്റക്കിൾസും 5 ഓഫ് വാണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. വീണ്ടും ഓക്കെ 5 ഓഫ് സോട്ട്സും വന്നിട്ടുണ്ട്. വാവ്. ഓക്കെ, ആ വ്യക്തി വീണ്ടും നിങ്ങളോട് വന്ന് വളരെ സ്നേഹം അഭിനയിച്ച് വരും എന്നാണ് കാണുന്നത്. കാരണം ആ വ്യക്തിക്ക് അതൊരു പാറ്റേൺ ആണ്. ആ വ്യക്തി കുറേ നിങ്ങളെ വിഷമിപ്പിക്കും, പോവും, വീണ്ടും വരും, വന്ന് നിങ്ങളോട് കുറേ അഭിനയിക്കും, സ്നേഹം നടിക്കും, നിങ്ങൾ വീണ്ടും ആ ഒരു പാറ്റേണിലേക്ക് പോകും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഓപ്പണായിട്ട് വളരെ ബോൾഡായിട്ട് ഒരു ബോൾഡ് എനർജിയിൽ നിങ്ങൾ നിൽക്കണമെന്നാണ് പറയുന്നത്. എനിക്കിതാണ് വേണ്ടത്, എന്നോട് ഇങ്ങനെ നിന്നാൽ മതി എന്ന് അങ്ങനെ ഒരു വളരെ ബോൾഡായിട്ട് നിൽക്കാനാണ് പറയുന്നത്. വീണ്ടും ആ വ്യക്തിയുടെ ആ ഒരു കള്ളത്തരങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ വീണ്ടും നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ണ് കെട്ടി ബന്ധിക്കപ്പെട്ട ഒരു ബന്ധനത്തിൽ പെട്ട് നിൽക്കേണ്ടി വരും എന്നാണ് കാണുന്നത്. എന്തായാലും നിങ്ങളൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. ആ വ്യക്തിയുടെ വരവിൻ്റെ ഉദ്ദേശം ഇതാണ്. സോ നിങ്ങളൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. എല്ലാം മനസ്സിലാക്കി കണ്ട് പഠിച്ച് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ബോൾഡായിട്ട് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ വീണ്ടും ആ ഒരു എനർജിയിൽ, പഴയ എനർജിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു ബന്ധനത്തിൽ ഒന്നും പറ്റാതെ സന്തോഷിക്കാനും പറ്റില്ല, കൂടെ ഇരുന്ന് സന്തോഷിക്കാനും പറ്റില്ല, വിട്ടിട്ട് സന്തോഷമായിട്ടിരിക്കാനും പറ്റാതെ ഒരു ബന്ധനത്തിൽ ഇരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കേണ്ടി വരും എന്നാണ് കാണുന്നത്. നിങ്ങൾ വളരെ ബോൾഡായിട്ട് ഇവിടെ നിങ്ങൾക്ക് പറയുമ്പോൾ ഇവിടെ വരാൻ പോകുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്ന്, കപ്സ് എന്ന് പറയുമ്പോഴേ സ്നേഹം, നിങ്ങൾക്ക് ആ വ്യക്തി കമ്മിറ്റ്മെൻറ്റ് തന്ന് നിങ്ങളോട് വിശ്വാസമായിട്ടും സത്യസന്ധമായിട്ടും നിൽക്കും എന്നാണ് കാണുന്നത്. അങ്ങനെ നിൽക്കണമെങ്കിൽ നിങ്ങൾ ചേസ് ചെയ്ത്
പോകുന്ന ഒരു എനർജി നിർത്തി നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കാനാണ് പറയുന്നത്. കാരണം ഇവിടെ ബോട്ടത്തിൽ വന്ന കാർഡ്സ് നോക്കൂ. 4 ഓഫ് പെൻറ്റക്കിൾസ്, കുറേ വഴക്ക് പ്രശ്നം അങ്ങനെ വരുന്ന ഒരു കാർഡാണ്. സോറി. നെക്സ്റ്റ് നോക്കൂ, 5 ഓഫ് സോർട്സ്. ആ വ്യക്തിക്ക് ജയിക്കുക, ആ വ്യക്തിയുടെ കാര്യം സാധിക്കുക, ജയിക്കുക, അങ്ങനെ ഒരു എനർജിയാണ് ആ വ്യക്തിക്ക്. സോ 4 ഓഫ് പെൻറ്റക്കിൾസ് എന്നും പറയുന്നത് അവർ പല കാര്യങ്ങളും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല, പല കാര്യങ്ങളും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.